വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫിറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് റീഡ് ചെയ്യുന്നത്. അത് ആദ്യം നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് റീഡ് ചെയ്യും. അതിനുശേഷമാണ് നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വരാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാർഡ്സ് നോക്കാം. നിങ്ങളിലേക്ക് വരുന്ന മിറാക്കിൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. എന്തെങ്കിലും വരാനുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ കാണാൻ പറ്റുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് എന്തിനൊക്കെയോ വേണ്ടി പ്രയത്നിച്ച് എല്ലാം സറണ്ടർ ചെയ്ത് നിൽക്കുന്ന ഒരു ഇതാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു എനർജിയാണുള്ളത്. അതായത് മുന്നേ എന്തിനൊക്കെയോ വേണ്ടി ഒരുപാട് നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഒന്നും റിസൾട്ട് കാണാതെ ലാസ്റ്റ് ഇനിയൊന്നും എനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ എല്ലാം നടക്കണമെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതിയിൽ എല്ലാം സറണ്ടർ ചെയ്ത് ലെറ്റ് ഗോ ചെയ്ത് വിട്ടതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ലെറ്റ് ഗോ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നിങ്ങൾ എന്തിനോ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണെന്ന് മനസ്സിലാവുന്നുണ്ട്. കൺമുന്നിലുള്ള ഓഫേഴ്സും കൺമുന്നിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഓഫേഴ്സും ഒക്കെ ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ കാണുന്നില്ല. കൺമുന്നിലുണ്ടെങ്കിൽ പോലും നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ തീരുമാനിച്ചു വെച്ച എന്തോ ഒരു കാര്യമുണ്ട്, അത് മാത്രമാണ് നിങ്ങളുടെ ഫോക്കസ്. ആ ഒരു ഫോക്കസ് അതിലോട്ടായി പോയത് കൊണ്ട് കൺമുന്നിലുള്ള ബാക്കി നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അതായത് 4 ഓഫ് കപ്സ് ഒക്കെ കാണിക്കുന്നത് അതാണ്. പിന്നെ എന്തിനോ വേണ്ടിയുള്ള ഓട്ടം, പക്ഷെ ആ ഓട്ടം അവിടെ നിന്നിട്ടുണ്ട്. എന്തിൻ്റെയോ പുറകെ ഇത്ര കാലം ഓട്ടമായിരുന്നു. മേ ബി അതൊരു ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു പേഴ്സണിന്റെ പിന്നാലെ ആയിരിക്കാം. എന്തൊക്കെയോ നിങ്ങൾക്കൊരു ആഗ്രഹമുള്ള എന്തിൻ്റെയോ പുറകെയുള്ള ഓട്ടമായിരുന്നു. പക്ഷെ ആ ഓട്ടമൊക്കെ ഇപ്പം നിർത്തി വച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. അപ്പം മനസ്സൊക്കെ ആകെ കലങ്ങി മറിഞ്ഞിരിക്കുക എന്നാണ് മനസ്സിലാവുന്നത്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു തീരുമാനം നിങ്ങളെ മനസ്സിനെ പിടിച്ചുലക്കുന്ന ഒരു തീരുമാനമാണ്. അതായത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. എന്ത് ചെയ്യണം എന്നൊരു വീട്ടുകാരൊക്കെ എന്തിനെങ്കിലും നിങ്ങളെ പ്രഷർ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവാം. ആരൊക്കെയോ നിങ്ങളെ ചുറ്റിലും നിന്ന് എന്തിനൊക്കെയോ നിങ്ങളെ പ്രഷർ ചെയ്യുന്ന പോലെ എനിക്ക് മനസ്സിലാവുന്നത്. അതിൽ നിങ്ങൾക്ക് ആകെ തല പെരുക്കുന്നൊരവസ്ഥയുണ്ടല്ലോ, അതുപോലത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മിറാക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ ഭയങ്കര ഒരു സ്ട്രഗിൾ ചെയ്യുന്ന, ഉള്ളിലൊക്കെ ഭയങ്കരമായിട്ട് ഒരു സ്ട്രഗിളിംഗ് ആണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. അപ്പം അതൊക്കെ മാറി നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒരു മെൻറ്ററോ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്. കൃത്യമായിട്ട് ഒരു റൂട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ലൈഫിൽ എങ്ങനെ പോകണം എന്നുള്ള കൃത്യമായിട്ടുള്ള റൂട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് എന്നെ ഗൈഡ് ചെയ്യാൻ, എനിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ, എന്നെ കറക്റ്റായിട്ടൊന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി വന്നെങ്കിൽ, ഒരു ഗുരു തുല്യനായ ഒരാൾ വന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എവിടെയും ആര് പറയുന്നതും നിങ്ങൾക്ക് ഒരു മുഖവരിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അവർ ശരിയോ തെറ്റാണോ പറയുന്നതെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരാളുടെ ഒരു കെയർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.
നിങ്ങളിലേക്ക് വരുന്ന മിറാക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ കാർഡിലൊക്കെ കൂടുതലും കാക്കയെ കാണാൻ പറ്റും. അതായത് ഒരു 4 കാർഡ്സിൽ കോമൺ ആയിട്ട് കാക്ക എന്ന് പറയുന്ന ഒരിത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാക്കേനെ കാണിക്കുന്നത് നിങ്ങളുടെ പൂർവികരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് 10 ഓഫ് പെൻറ്റക്കിളും വന്നിട്ടുണ്ട്. അതും ഒരു പൂർവികതയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കോമൺ ആയിട്ട് നോക്കുമ്പോൾ പൂർവികരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളുടെ ലൈഫ്. ഒരു സ്പിരിച്വൽ ജേർണി ആണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പൂർവികർക്ക് എന്തോ ഒരു ഇൻറ്റൻഷൻ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വരുന്ന മിറാക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മെൻറ്റർ, ആ മെൻറ്റർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതായത് ആ മെൻറ്റർ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പൂർവികർ ആരോ ഒരാൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ മരിച്ചുപോയ ഏതെങ്കിലും പൂർവികർക്ക് നിങ്ങൾ വഴി എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നിങ്ങളെ കറക്റ്റ് റൂട്ടിലോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് ഈ പൂർവികൻ്റെ ഒരു കടമയാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് പൂർവികർക്ക് നിങ്ങളോട് വന്നിട്ടൊന്ന് സംസാരിക്കാനോ ഒന്നും പറഞ്ഞു തരാനോ പറ്റില്ല. ഡയറക്റ്റ് ആ പൂർവികൻ നിങ്ങളോട് എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഡയറക്റ്റ് വന്നിട്ട് നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. അത് ഏതെങ്കിലും ആളെ ഒരു ചുമതലപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിങ്ക്രോണിസിറ്റി വഴിയോ എങ്ങനെയെങ്കിലും ആയിരിക്കും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളിലേക്ക് ഒരു മെൻറ്റർ വരുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ വരുന്നത് ഒരു പൂർവികൻ്റെ ഒരാഗ്രഹപ്രകാരം, അതായത് നമ്മുടെ കാണാതെ നമ്മുടെ പല ശക്തികളും നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് പൂർവികം വന്നിട്ടുണ്ട്. ആ പൂർവികം വഴിയാണ് നിങ്ങളിലേക്ക് ഒരു മെൻറ്റർ വരുന്നത് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അതിന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ മെൻറ്റർ നിങ്ങളിലേക്ക് വരുന്നത് വഴി നിങ്ങൾ സമൃദ്ധിയിലേക്കാണ് കണക്റ്റ് ആവാൻ പോകുന്നത്. അതാണ് ചാരിയറ്റും സണ്ണുമാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. രണ്ടും പോസിറ്റീവ് കാർഡ്സാണ്. ലാസ്റ്റാണ് അത് വന്നിരിക്കുന്നത്. അതിന് മുന്നേ ഒക്കെ കുറേ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന, നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന സ്ട്രഗിളാണ് ഈ കാണിക്കുന്നതൊക്കെ. മനസ്സിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് ലൈഫായിട്ട് പുറത്തോട്ട് വരുന്നത്. നിങ്ങൾ 3D വേൾഡ് കാണുന്നതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ റിഫ്ലക്ഷനാണ്. അപ്പം മനസ്സ് അത്രയും കലങ്ങി മറിഞ്ഞിട്ടാണുള്ളത്. അതുകൊണ്ട് ലൈഫും അതുപോലെ തന്നെ ഒന്നും തിരിയാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. പക്ഷെ അത് മാറി നിങ്ങളൊരു ചാരിയറ്റ് എനർജിയിലേക്ക് വരാൻ പോകുന്നുണ്ട്. അതായത് മനോബലം. നിങ്ങൾക്ക് കടിഞ്ഞാണില്ലെങ്കിൽ പോലും, ലൈഫിൻ്റെ കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിലില്ല, പക്ഷേ നിങ്ങൾ കൃത്യമായ റൂട്ടിലേക്കായിരിക്കും പോകുന്നത്. എങ്ങോട്ടാണ് ഈ ഒരു ലൈഫ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഓരോ ഡിസിഷനും ഓരോ നിങ്ങളുടെ കാൽവെപ്പും എങ്ങോട്ടേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നുള്ളൊരു കൃത്യമായൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം എനിക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലോട്ടേക്ക് എത്താൻ പറ്റും, എനിക്ക് സക്സസ് ആകാൻ പറ്റുന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസിലേക്കാണ് നിങ്ങൾ കണക്റ്റ് ആവാൻ പോകുന്നത്. ഇപ്പം ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പോലും, പക്ഷേ ഈ മെൻറ്റർ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസിലേക്കാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് പല കാര്യം, നിങ്ങൾ വിട്ടുപോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലൈഫിൽ മാനിഫെസ്റ്റ് ആയി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സണ്ണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു വെളിച്ചത്തെയാണ്. അതായത് ഇരുട് പിടിച്ചൊരു ജീവിതമായിരിക്കും നിങ്ങളുടെ ഇപ്പോൾ ഉള്ളത്. ലൈഫിൽ നല്ല കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇനി വരുന്നത് സണ്ണാണ്. സൂര്യൻ ഉദിക്കുന്നത് പോലെ ജ്വലിച്ചു നിൽക്കും നിങ്ങൾ, ഗ്ലോ ചെയ്യും നിങ്ങൾ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് നിങ്ങൾ പല കാര്യങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ മുന്നിൽ ഗ്ലോ ചെയ്യുന്നതാണ് കാണുന്നത്. ആ ഗ്ലോ ചെയ്യുന്നത് ശരിക്കും നിങ്ങളുടെ മൈൻഡിൻ്റെ റിഫ്ലക്ഷനാണ്. നിങ്ങളുടെ മൈൻഡ് ഭയങ്കര കാം ആകുന്നുണ്ട്. അതുവഴി അത് നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് കാണാനും പറ്റും. അതൊക്കെ ഈ മെൻറ്റർ വരുന്നത് വഴിയാണ്. കൃത്യമായിട്ടുള്ള റൂട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തന്ന് ഇപ്പോഴുള്ള മനസ്സിൻ്റെ പ്രോബ്ലംസൊക്കെ മാറ്റി നിങ്ങളെ കറക്റ്റ് പോയിന്റിൽ കൊണ്ടുചെന്ന് എത്തിക്കും ഈ ഒരു മെൻറ്റർ എന്ന് പറയുന്നത്. ആ മെൻറ്ററിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അതായത് ആ ഒരു മെൻറ്റർ നിങ്ങളെ വരച്ച വരയിൽ നിർത്തിക്കുന്ന ഒരിതായിരിക്കും. അതായത് നിങ്ങൾക്ക് എത്ര മടിയുണ്ടെങ്കിൽ പോലും, എന്തൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിലും, പക്ഷെ ആ വ്യക്തി വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നിടത്ത് നിങ്ങൾ നിൽക്കും. അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അതിൽ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. അതുവഴി നിങ്ങൾക്ക് ആ ഒരു വ്യക്തി അത് പറഞ്ഞു കഴിയുമ്പോൾ, ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എതിർത്ത് നിൽക്കാനോ എതിര് പറയാനോ ചെയ്യാതിരിക്കാനോ പറ്റില്ല. ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് മോശമായിട്ടല്ല നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആ വ്യക്തി വന്നതും അതിന് വേണ്ടിയിട്ടാണ് ആ വ്യക്തി നിങ്ങളിൽ ഇങ്ങനെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും.
അവർ നിങ്ങളോട് കൃത്യമായ ഗൈഡൻസ് പറയും, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കൃത്യമായ ഗൈഡൻസ്. മേ ബി നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കാം, അതല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണിയിലായിരിക്കാം. അപ്പോൾ ആ വ്യക്തിയുടെ കൃത്യമായ ഗൈഡൻസ് ആ ഗുരു നിങ്ങൾക്ക് തരും. ആ ഗുരു തന്നു കഴിയുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഫോളോ ചെയ്തേ പറ്റൂ. അപ്പോൾ അത് ഫോളോ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ലൈഫിൽ അനുഭവ യോഗമുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ പോകുന്നത്. ഇപ്പം നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിയോഗം ഉണ്ടാകാം, അനുഭവിക്കേണ്ട യോഗം ഉണ്ടാവാം, പക്ഷെ അനുഭവിക്കാനുള്ള നിയോഗം കാണുന്നില്ല. നിയോഗം യോഗവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. യോഗം ഉണ്ടെങ്കിലും അനുഭവിക്കാനൊരു നിയോഗം വേണം. നിങ്ങൾക്കുള്ള നല്ല യോഗങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്ക് വരും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ മെൻറ്റർ വരുന്നത് വഴിയാണ് നിങ്ങൾക്ക് സമൃദ്ധിയിലോട്ട് കണക്റ്റ് ആവാൻ പറ്റുന്നത്, നിങ്ങളുടെ റിയൽ സെൽഫിലോട്ട് കണക്റ്റ് ആവാൻ പറ്റുന്നത്. നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഒക്കെ വരും ഈ വ്യക്തി വരുന്നത് വഴി. ഏസ് ഓഫ് വോൺസ് ഇവിടെ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഏസ് ഓഫ് വോൺസിൻ്റെ മീനിങ് മറ്റൊരു മീനിങ് ആണെങ്കിലും ഇത് ഹെർമിറ്റിൻ്റെ കൂടെ വന്നതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവ്ലി പല കാര്യങ്ങളും മനസ്സിലാവും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് നിമിത്തം പോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിലോട്ട് വരും. നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് റോങ് ആയ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഹിന്റ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. അല്ലെങ്കിൽ അത് ശരിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ഹിന്റ് തരും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹിൻ്റൊക്കെ കിട്ടുന്നുണ്ടാവാം, പക്ഷേ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ സിങ്ക്രോണിസിറ്റീസ് കാണുന്നുണ്ടാവാം, ഏഞ്ചൽ നമ്പേഴ്സ്. സിങ്ക്രോണിസിറ്റീസ് മീൻസ് ഏഞ്ചൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ റെയിൻബോ, ബട്ടർഫ്ലൈസ്, അങ്ങനെ പല അല്ലെങ്കിൽ പരുന്ത്, അങ്ങനെ കുറേ സിങ്ക്രോണിസിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല സിങ്ക്രോണിസിറ്റീസും നിങ്ങൾ കാണുന്നുണ്ടാവാം, പക്ഷെ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. മേ ബി അത് ഏഞ്ചൽസ് ആയിരിക്കാം, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആയിരിക്കാം, യൂണിവേഴ്സ് ആയിരിക്കാം, അങ്ങനെ പല പേരിലും അതിനെ പറയപ്പെടുന്നുണ്ട്. അപ്പം എന്താണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷേ ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ റിയൽ സെൽഫുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവ്ലി പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് ഈ നിമിത്തങ്ങളിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതെന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഈ സിങ്ക്രോണിസിറ്റീസിന്റെ മീനിങ് എന്താണ്. അത് നിങ്ങൾക്ക് ആ ഒരു ഹെർമിറ്റ് എനർജിയിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ കണക്റ്റ് ആവാൻ പറ്റുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഹെർമിറ്റ് എനർജിയിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സെൽഫുമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്താണ് പറയുന്നത്, അതായത് സോളുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാനാണ് ഈ ഹയറോഫന്റ് വരുന്നത്, അതായത് മെന്റർ വരുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവ്ലി പല കാര്യങ്ങളും കണക്ട് ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. 7 ഓഫ് കപ്സ് കാണിക്കുന്നത് ഓപ്ഷൻസിനെയാണ്, ഓപ്പർച്യൂണിറ്റീസിനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കാലവും നിങ്ങൾക്ക് ഒരു ഓപ്ഷൻസോ ഓപ്പർച്യൂണിറ്റീസോ ഒന്നും നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റുന്നുണ്ടായി. അതായത് നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക്, പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷേ ഈ സമയം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവ്ലി നിങ്ങളുടെ ഒരു തേർഡ് ഐ ഒക്കെ ഓപ്പൺ ആവുന്ന ചിലർക്ക് അങ്ങനെ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട്. അത് കംപ്ലീറ്റ് ഓപ്പൺ ആവുന്നതല്ല, ചെറിയ രീതിക്ക് ഓപ്പൺ ആവുമ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വരും. അതുവഴി നിങ്ങൾക്ക് പല കാര്യങ്ങളും കണക്ട് ചെയ്യാനും നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനും ഒക്കെ പറ്റുന്നതാണ് കാണിക്കുന്നത്. ഇപ്പം അങ്ങനെ ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കാണാനും പറ്റുന്നില്ല, അത് വേണ്ട വിധത്തിൽ യൂസ് ചെയ്യാനും പറ്റുന്നില്ല. കാണാൻ പറ്റുന്നുണ്ടെങ്കിലല്ല യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് നിങ്ങൾക്ക് അവിടെ ഒന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. എന്തൊക്കെയോ ഭാരം ചുമന്ന് നടക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ മാറാൻ പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഭയങ്കര ഫ്രീ ആയിട്ട് വരുവാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനോബലം, മൈൻഡ് പവർ കൊണ്ട് നിങ്ങൾ എന്തൊക്കെയോ അച്ചീവ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. മേ ബി മാനിഫെസ്റ്റേഷൻ ചെയ്ത് ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അതൊക്കെയാണ് നിങ്ങൾക്ക് ഭാവിയിലോട്ടേക്ക് വരുന്നത്. ഇത് നിയറസ്റ്റ് ആയിട്ട് വരുന്ന നിങ്ങളുടെ ഫ്യൂച്ചറാണ്. അതിലാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മിറാക്കിളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ഇതൊരു മിറാക്കിളാണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മെന്ററായിട്ട് വരുന്നത്. നിങ്ങൾക്ക് പോലും ഈ ഒരു മെന്റർ വന്നതിന് ശേഷമുള്ള നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ചേഞ്ച് കാണാൻ പറ്റും. അത് മിറാക്കിളായിട്ടുള്ള ചേഞ്ചാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതിന് മുന്നേയും ശേഷവും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 ലൈഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടേതായ 2 ലൈഫ്, രാത്രിയും പകലിൻ്റെയും വ്യത്യാസത്തിലായിരിക്കും ആ ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിന് ഈ മെന്റർ നിങ്ങളിലേക്ക് വരാനുണ്ട്. അത് അടുത്ത് തന്നെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
ഇനി ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫീൽഡിലോട്ടേക്കായിരിക്കാം നിങ്ങളിപ്പം കണക്റ്റ് ആവാൻ പോകുന്നത്. നിങ്ങളുടെ ഫാമിലിയിൽ ഇന്നേ വരെ ആരും ചെയ്യാത്ത തരത്തിലുള്ള എന്തോ ഒന്ന് ആദ്യമായിട്ട് നിങ്ങൾ തുടങ്ങി വെക്കുന്ന ഒരിത്, അതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് കാണുമ്പോൾ. പിന്നെ ഫാമിലിയിൽ ഒരു സമാധാന അന്തരീക്ഷം വരുന്നുണ്ട്. നിങ്ങൾ മാരേജ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള ചാൻസും കാണിക്കുന്നുണ്ട്. അത് കുഞ്ഞുങ്ങളുണ്ടാവാതെ ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് അങ്ങനെയുള്ളവർക്കാണ് ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു പ്രഗ്നൻസി, ഒരു കുഞ്ഞ്, ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ചിലർ പെറ്റ്സിനെ വാങ്ങുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ചിലർക്ക് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും തറവാട്ട് വകയുള്ള സ്വത്ത്, പൂർവിക സ്വത്ത് ഉണ്ടാവാം നിങ്ങളിലേക്ക് എത്താതെ. നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടും നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റാത്ത പൂർവിക സ്വത്ത് ഉണ്ടാവാം. കേസിലൊക്കെ പെട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് കേസിലൊക്കെ പെട്ട് നിൽക്കുന്നതാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ പൂർവിക സ്വത്ത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാനുള്ള ഒരു യോഗം കൂടി വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങളുടെ പല ബ്ലോക്കും മാറുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് മേ ബി കർമ്മ കൊണ്ടുണ്ടാവുന്ന ബ്ലോക്ക് ആയിരിക്കാം. ഈ ഒരു മെൻറ്റർ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കാർമികമായിട്ടുള്ള ബ്ലോക്കേജും പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹീലാവാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹീലാവുമെന്ന് പറയുന്നത് നിങ്ങൾ കണക്റ്റ് ആവുന്നത് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ലൈഫിലോട്ടാണ് കണക്റ്റ് ആവുന്നത്. കർമ്മയില്ലാത്ത ലൈഫ് എന്ന് പറയാൻ പറ്റില്ല. കാരണം കർമ്മ തീർക്കാൻ തന്നെയാണ് ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ ജന്മം എടുക്കുന്നത്. പക്ഷെ ഓരോന്ന് ഹീലായി പോകുമ്പോൾ നമുക്ക് യോഗത്തിലുള്ള കാര്യങ്ങൾ അനുഭവയോഗ്യമാകും. അതുപോലെ അനുഭവത്തിലോട്ട് പല കാര്യങ്ങളും വരുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എത്രയും പെട്ടെന്ന് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കണക്റ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.